എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മുരിങ്ങക്കായ കൊണ്ടുള്ള കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങക്കായ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി തയ്യാറാക്കിയെടുക്കേണ്ടത് അതനുസരിച്ച് മുരിങ്ങക്കായയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. ഇനി ഇതാ അതിൻ്റെ സ്കിൻ ഞാനൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. തീരെ ചെറിയ കഷ്ണങ്ങളാക്കേണ്ട. ദാ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതാ കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടായി കഴിയുമ്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അതിനകത്തേക്ക് ഒരു 10-15 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള എടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് കിട്ടുക ഈ കറിക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനൊരു 8-9 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ കറികൾ തയ്യാറാക്കി എടുക്കുമ്പോൾ പറയാറുണ്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ടതെന്ന്. പക്ഷേ ഈ ഒരു കറിയിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കറിക്ക് നല്ല സ്വാദ് കിട്ടുക. ഇനി 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിക്ക് അത്ര എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത്ര എടുത്തത്. അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് അതിനകത്തേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതാ നല്ലപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വാളം പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കൊടുക്കരുത്. നമ്മൾ തക്കാളി ചേർത്തത് കൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. സാധാരണ നമ്മൾ അളവ് പറയുക ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുക്കുക എന്നാണ്. ഇത് അത്ര എടുക്കരുത് കേട്ടോ. ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ വാളം പുളിയുടെ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് കിട്ടണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നല്ലപോലെ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തീ സമയത്ത് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ഒരു ഉരുളൻകിഴങ്ങ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കേണ്ട നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇത് വേവിച്ചതല്ല, വേവിക്കാത്ത ഉരുളൻകിഴങ്ങാണ്. ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയാവാം. അതാകുമ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട, ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഈ പൊട്ടറ്റോ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക. അപ്പോൾ വെള്ളം കൊടുക്കുമ്പം ഒരുപാട് കൊടുക്കരുത്, വളരെ കുറച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നേരിയൊരു ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ഇതാ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് ഒരു പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. അത്രയും മതി. ഇനി നമ്മൾക്ക് മുരിങ്ങക്ക ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. അതിനുശേഷം ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുക്കുക. മുരിങ്ങക്ക ചേർത്തിട്ട് ഇനി നമ്മൾക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് കൊടുക്കുന്നത് ചൂടുവെള്ളം തന്നെയാവണം കേട്ടോ. തിളച്ച വെള്ളമല്ല, ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അതൊരുപാട് ചേർത്ത് കൊടുക്കണ്ട, വളരെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾക്കിതാ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. മുരിങ്ങക്ക വേവിച്ചെടുക്കുമ്പം ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്. കഴിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിന് വേണം കേട്ടോ എടുക്കാനായിട്ട്. അതുകൊണ്ട് കുക്കറിലൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും ഇതുപോലൊരു മൺചട്ടിക്കകത്ത് തയ്യാറാക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾക്കിതാ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 4-5 മിനിറ്റ് അത്രയും മതിയാവും. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിന് ഒരു പകുതി വേവും കൂടി ഉണ്ടല്ലോ, അതും കൂടി വെന്ത് കറക്റ്റ് പാകമായി കിട്ടിക്കോളും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. മുരിങ്ങക്ക കഴിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ഇതുപോലൊരു കറി തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചു പോവും. ചപ്പാത്തിയുടെ കൂടെയും നമുക്ക് കഴിക്കാം കേട്ടോ. ഈ ഒരു കറി ഈ ഒരു പാകത്തിനായിരിക്കണം മുരിങ്ങക്ക കിട്ടുന്നത്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഇനി നമ്മൾക്ക് ഈ ഒരു കറിയിലേക്ക് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നാടൻ കറിയാണത്. ഇതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലൊരു കറി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. കറി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.